എല്ലാവർക്കും നമസ്കാരം. ലോകത്തെ ദേശീയ ഗാനങ്ങളെ സംബന്ധിച്ചുള്ള കൗതുകകരമായ 6 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ച രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് ബംഗ്ലാദേശിൻ്റെയും ദേശീയ ഗാനം രചിച്ചിരിക്കുന്നത്. 1911 ടാഗോർ ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത്. എന്നാൽ 1905 ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് അതിനെ അപലപിച്ചുകൊണ്ടാണ് ടാഗോർ ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ല എന്നത് രചിച്ചിരിക്കുന്നത്. ഈ 2 ദേശീയ ഗാനങ്ങളും ബംഗാളി ലാംഗ്വേജിലാണ്. സൗത്ത് ആഫ്രിക്കയുടെ ദേശീയ ഗാനത്തിൽ മൊത്തം 5 ഭാഷകൾ കടന്നു വരുന്നുണ്ട്. ആദ്യത്തെ ചില വരികൾ ഒരു ഭാഷയിലും പിന്നീട് ചില വരികൾ അടുത്ത ഭാഷയിലും, അങ്ങനെ മൊത്തം 5 ഭാഷകളാണ് അതിലുള്ളത്. കോസ, സുളു, സെസേത്തോ, ആഫ്രിക്കാൻസ്, ഇംഗ്ലീഷ് എന്നിവയാണ് ആ 5 ഭാഷകൾ. ആലപിക്കുവാൻ ഏറ്റവും കൂടുതൽ സമയം ആവശ്യമായ ദേശീയ ഗാനം യുറുഗ്വേയുടേതാണ്. 6 മിനിറ്റാണ് അത് ആലപിക്കാൻ ആവശ്യമായ സമയം. എന്നാൽ ഏറ്റവും കൂടുതൽ വരികളുള്ള ദേശീയ ഗാനം ഗ്രീസിൻ്റേതാണ്. ഹിം ടു ലിബർട്ടി എന്നറിയപ്പെടുന്ന ഈ ദേശീയ ഗാനത്തിൽ മൊത്തം 158 സ്റ്റാൻസകളാണ് ഉള്ളത്. ഒരു യൂറോപ്യൻ രാജ്യമായ സൈപ്രസിന് സ്വന്തമായ ഒരു ദേശീയ ഗാനമില്ല. പകരം ഗ്രീസിൻ്റെ ദേശീയ ഗാനത്തെയാണ് അവർ ഉപയോഗിക്കുന്നത്. സൈപ്രസിൻ്റെയും ഗ്രീസിൻ്റെയും എത്നിസിറ്റി ഗ്രീക്ക് ആയതുകൊണ്ടാണ് തങ്ങൾക്ക് വേറൊരു ദേശീയ ഗാനത്തിൻ്റെ ആവശ്യമില്ല എന്ന് സൈപ്രസുകാർ പറയുന്നത്. ചെക്കോസ്ലോവേക്യ എന്ന രാജ്യം ഇന്ന് നിലവിലില്ല. 1992 ഡിസംബർ 31 അത് ഡിസോൾവ് ചെയ്യുകയും പിറ്റേന്ന്, അതായത് 1993 ജനുവരി 1 ചെക്കോസ്ലോവേക്യ പുതിയ 2 രാജ്യങ്ങളായി പിരിയുകയും ചെയ്തു. ചെക്ക് റിപ്പബ്ലിക്, സ്ലോവേക്യ എന്നിവയായിരുന്നു ആ 2 രാജ്യങ്ങൾ. ചെക്കോസ്ലോവേക്യ നിലനിന്നിരുന്ന സമയത്ത് അവർക്കൊരു ദേശീയ ഗാനം ഉണ്ടായിരുന്നു. അതിന് 2 പാർട്ടുകൾ ഉണ്ടായിരുന്നു. ആദ്യ പാർട്ട് ചെക്ക് ലാംഗ്വേജിലും രണ്ടാം പാർട്ട് സ്ലോവേക്യ ലാംഗ്വേജിലുമായിരുന്നു. ചെക്കോസ്ലോവേക്യ വിഭജിച്ച് ചെക്ക് റിപ്പബ്ലിക്കും സ്ലോവേക്യയും ഉണ്ടായ സമയത്ത് അതിൻ്റെ ആദ്യ പാർട്ട് ചെക്ക് റിപ്പബ്ലിക് എടുക്കുകയും അവരുടെ ദേശീയ ഗാനമാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ രണ്ടാം പാർട്ട് സ്ലോവേക്യ എടുക്കുകയും അവരുടെ ദേശീയ ഗാനമാക്കുകയും ചെയ്തു.